ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത്. അപ്പോൾ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ കടച്ചക്ക ഒന്നല്ല കേട്ടോ, ഈ ഒരളവിലുള്ള ഒരു കടച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കടച്ചക്ക ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇതേപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നല്ല വലുതായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. തോരനൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കടച്ചക്ക ഇപ്പോൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിലേക്ക് ഞാൻ ഒരു മുറിയുടെ പകുതിയായിട്ട് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമുള്ളവർക്ക് അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വല്ലാണ്ട് കൂടിപ്പോയാലും നമ്മൾക്ക് ആ കടച്ചക്കയുടെ ടേസ്റ്റ് കിട്ടില്ല. തേങ്ങ തന്നെ ഇങ്ങനെ മുന്നിൽ നിൽക്കും. അപ്പോൾ വല്ലാണ്ട് കൂടിപ്പോകാൻ വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഒരു തേങ്ങയുടെ പകുതിയല്ല, ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ നമുക്കിനി ഞാനിപ്പോൾ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിലൊക്കെ ഈ ചമ്മന്തി കൂടി അരിഞ്ഞ് കിട്ടുമ്പോൾ. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണോളം വലിയ ജീരകമില്ല, പെരിഞ്ജീരകം, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് നമുക്ക് നല്ല പോലെ ഇതൊന്ന് ഒതുക്കിയെടുക്കുക. വല്ലാണ്ട് അരഞ്ഞ് പോവരുത്. നമുക്കിതൊന്ന് ചമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കില്ല, അതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി കടച്ചക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അപ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് എല്ലാവരും കൂടി. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സവാളയുടെ പകുതിയില്ലേ, അതിൻ്റെ കാൽഭാഗമാണ്, ഒരു സവാളയുടെ കാൽഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. വല്ലാണ്ട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും സവാള ഒന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടച്ചക്കില്ലേ, അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടച്ചക്ക ഇപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ കൂടെ തന്നെ ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1/2 സ്പൂണോ 1/2 തൊട്ട് 3/4 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ എല്ലാവരും കൂടി ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുമേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെള്ളമില്ലാതെ തന്നെ ഇത് ഒന്നാമത് നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവിയിലിരുന്ന് ഇത് വെന്ത് കിട്ടേണ്ടതാണ്. ഉപ്പേരിയും തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടിയും കുറച്ചിട്ട് വെച്ച് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടച്ചക്ക ഇപ്പോൾ ഒന്ന് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വല്ലാണ്ട് വെന്തുടയുകയും ചെയ്യരുതിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. വെള്ളം തീരെ ഒഴിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.
നല്ലോണം വേവണയിൽ മുന്നേ നമുക്കിനി തേങ്ങയുടെ ചമ്മന്തിയുടെ മിക്സ് ഇതിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടി അത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മൂടി വെച്ചൊന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം വേവണയിൽ മുന്നായിട്ട് കടച്ചക്ക അധികം വേവിക്കാതെ തന്നെ ഒന്ന് എടുക്കണം. ഈ ഒരളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ഇതൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ആ ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലൊന്ന് കടച്ചക്കന ഒന്നിട്ട് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ അടിക്ക് പിടിക്കൂട്ട. അപ്പോൾ ഇതും കൂടിയും ചേർത്ത് മൂടി വെച്ച് ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. കടച്ചക്കത്തോരൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു തോരനാണത്. അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ, ബായ്.